ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നല്ലൊരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കടുമാങ്ങയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു 8-9 മാങ്ങ ഒരു ഇടത്തരം പഴുത്തത് കേട്ടോ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 3 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതെൻ്റെ ഉമ്മ ഉണ്ടാക്കിയ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം പൊടി നന്നായി ചൂടാക്കിയ ശേഷം അതേ പാനിൽ തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. മാങ്ങ എത്ര ഉണ്ട് അതിനനുസരിച്ച് പൊടികളുടെ അളവ് മാറ്റിയെടുക്കുക കേട്ടോ. ഇനി ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു മസാല പൗഡർ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു 4 ടേബിൾ സ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. അപ്പോൾ കടുക് നന്നായി ചൂടായ ശേഷമാണ് ഉലുവ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി നമ്മൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കുക. മാങ്ങ ഇട്ടെടുത്തിട്ട് ഉപ്പ് നോക്കുക, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് കുറുകി വരണം, നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരണം. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് തിളപ്പിക്കുക നന്നായിട്ട്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു ചെറിയ 3-4 ചെറിയ ശർക്കരയുടെ പീസ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ പൊടിച്ചെടുത്ത പൗഡർ ഒരു 5-6 ടീസ്പൂണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടി വരും. കാരണം അതാണ് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറേശ്ശെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒറ്റയടിക്ക് നമ്മൾ ആ പൗഡർ ഇട്ട് കൊടുക്കരുത്. കുറേശ്ശെ ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയ ശേഷം നമുക്കതിലേക്ക് വേപ്പിലിട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല അടിപൊളി റെസിപ്പിയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ മാങ്ങ ഒക്കെ ചീത്തായി പോകുന്നതിന് മുന്നായിട്ട് കേടാവിനെക്കാട്ടിൽ മുന്നായിട്ട് കുറച്ച് കടുമാങ്ങ ഒക്കെ ഉണ്ടാക്കി നോക്ക്. നല്ല സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ കീപ്പ് വാച്ചിങ്. താങ്ക് യു. ഒരുപാട് വീഡിയോസ് ഞാൻ ഇനിയും മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.